ഗർഭചിത്ര കേന്ദ്രത്തിന് സമീപം നിശബ്ദമായി പ്രാർത്ഥിച്ചതിന് 2 തവണ അറസ്റ്റിലായ ക്രിസ്ത്യൻ സന്നദ്ധ പ്രവർത്തകയ്ക്ക് നഷ്ടപരിഹാരം നൽകി പോലീസ്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ് സംഭവം. ഇസബൽ വോൺ സ്പ്രൂസ് എന്ന യുവതിക്കാണ് 13,000 പൗണ്ട്, ഏകദേശം $16,800 നഷ്ടപരിഹാരമായി പോലീസ് നൽകിയത്. വരാനിരിക്കുന്ന രാജ്യവ്യാപകമായ ബഫർ സോൺ നിയമനിർമ്മാണത്തിൽ ക്രിമിനൽ എന്ന് വ്യക്തമായി ലേബൽ ചെയ്തുകൊണ്ട് ഗർഭചിത്ര സൗകര്യങ്ങൾക്ക് സമീപമുള്ള നിശബ്ദ പ്രാർത്ഥനയെ ശക്തമായി നേരിടാൻ UK ഗവൺമെൻറ് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ ഒത്തുതീർപ്പ് എന്നതും ശ്രദ്ധേയമാണ്. അടച്ചുപൂട്ടിയ ഒരു അബോർഷൻ ക്ലിനിക്കിന് പുറത്ത് പ്രാർത്ഥിച്ചതിന് 2022 വോൺ സ്പ്രൂസ് ആദ്യമായി അറസ്റ്റിലായത്. 2023 ഫെബ്രുവരിയിൽ കുറ്റവിമുക്തയാക്കപ്പെട്ടു. വീണ്ടും അതേ പ്രവർത്തനത്തിന് 2023 മാർച്ചിൽ അറസ്റ്റിലായി. നിശബ്ദ പ്രാർത്ഥന ഒരു കുറ്റമല്ല, എന്നിട്ടും പോലീസ് തന്നെ 2 തവണ അറസ്റ്റ് ചെയ്തു. പ്രാർത്ഥന ഒരു കുറ്റമാണെന്ന് പോലീസ് തന്നോട് പറഞ്ഞതായും അവർ വെളിപ്പെടുത്തി. മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അലയൻസ് ഡിഫൻസിംഗ് ഫ്രീഡം എന്ന സംഘടനയാണ് വോൺ സ്പ്രൂസിന് സഹായവുമായി രംഗത്തെത്തിയത്. അതേസമയം ഗർഭചിത്ര ക്ലിനിക്കുകൾക്ക് ചുറ്റും രാജ്യവ്യാപകമായി ബഫർ സോണുകൾ നടപ്പിലാക്കാനുള്ള UK ഗവൺമെൻറ്റിൻ്റെ നീക്കം കൂടുതൽ അറസ്റ്റുകളിലേക്ക് നയിച്ചേക്കാമെന്ന് സംഘടന പറയുന്നു.